ഹായ് ഗൈസ്, നമ്മിപ്പോൾ ഉള്ളത് താഴഞ്ചിറയിലാണ്. പുത്തൻവേലിക്കര ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ്. ഇതാണ് താഴഞ്ചിറ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആലും ഈ ക്ഷേത്രമൊക്കെ തന്നെയാണ്. ക്ഷേത്രത്തിന് ചുറ്റിനുള്ള ഈ റോഡും പിന്നെ ഈ നീണ്ടു നിവർന്ന് നടക്കുന്ന പാടശേഖരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. ടെൻഷൻ ഫ്രീ കലങ്ക്. നാട്ടുകാർ അറിഞ്ഞിട്ടൊരു പേരാ. കാരണം നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഈ കലങ്കിന് ചുറ്റിനായിട്ടുള്ള ഈ തോടുകളും പാടങ്ങളൊക്കെ തന്നെയാട്ടാ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണവരൊക്കെ ഉറപ്പായിട്ടും ഇതൊന്ന് വന്ന് കാണേണ്ടതാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇവിടെ കുറേ പേര് വരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പൻ്റെ കുടയൊക്കെ ചൂടിയെന്ന് ചൂണ്ടിരുന്നു കേട്ടോ. എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പൂപ്പൻ നല്ല പണിയില്ല. അപ്പൂപ്പനെ കമൻ്റ് അടിച്ച് തിരിഞ്ഞപ്പോൾ എവിടെ നോക്കൊരു മഴ അങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ്ടോ നമ്മുടെ മാളവനപ്പള്ളിയുടെ ഒരു അടിപൊളി വ്യൂ ഇവിടെ നിന്ന് കാണാം കേട്ടോ. നല്ല രസമുണ്ടോ ആ പള്ളി ഇങ്ങനെ മരങ്ങളുടെ ഇടയിലൂടെ കാണാൻ. ഈ ഇൻസ്റ്റാ റീൽസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു കിടിലൻ ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടുത്തെ. ഞാനും അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വെച്ച് നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഷോട്ടൊക്കെ അങ്ങനെ എടുത്ത്. അപ്പോഴേക്കും അടുത്ത മഴ വീണ്ടും എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞിടക്കേണ്ടായ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അവിടെ അങ്ങോട്ട് കയറി അങ്ങോട്ട് നിന്ന്. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ പാടശേഖരങ്ങളൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ താഴഞ്ചിറ പാടത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ താഴഞ്ചിറക്ക് വന്നു. നിങ്ങൾക്കൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.